ആരുമില്ലേ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നതാണ്. നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വാർത്തയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ജപ്തി ഭീഷണിയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ ശ്രമം നടത്തുന്നതിനിടയിൽ തീപ്പൊള്ളലേറ്റ് മരണപ്പെട്ട ദമ്പതികളായ ഒരു കുടുംബത്തിൻ്റെ ഒരവസ്ഥ ഞാൻ നിങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല രീതിക്കും ചർച്ചകൾ അതിങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ ആ കുട്ടികളുടെ വല്ലാത്ത ഒരു വിഷമമായിട്ട് നമ്മൾ കണ്ടത്, ഇരിക്കാനൊരു വീടില്ലാതെ ഷീറ്റ് കൊണ്ട് മറച്ച ഒരു വീടിൽ ഒരു കുഞ്ഞു സ്ഥലത്ത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടി കുഴിമാടമൊരുക്കുന്ന ആ മക്കളുടെ ദയനീയമായ ആ ഒരവസ്ഥ, വീടില്ലാത്ത ആ കുട്ടികളുടെ അവസ്ഥ, ഇനി ഞങ്ങൾ എവിടെ കിടക്കും, ഞങ്ങൾ എങ്ങനെ ജീവിക്കും, ഞങ്ങൾ എങ്ങനെ പഠിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നെഞ്ചു പൊട്ടിക്കൊണ്ട് ആ കുഞ്ഞുമക്കൾ ചോദിക്കുമ്പോൾ ആ മക്കളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ: ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. വീടില്ല എന്ന് പറയുന്ന കുട്ടിമക്കൾക്ക്, ആ പൊന്നുമക്കൾക്ക്, ഞാനിന്ന് കണ്ടു കോൺഗ്രസിൻ്റെ ഒരു MLA ശബരിനാഥോ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വീട് വെച്ചു തരാം എന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് അവർക്ക് വീടിനുള്ള കാര്യങ്ങൾ ഒരുക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. പല സംവിധാനങ്ങളും പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മാറിപ്പോവാറുണ്ട്. എന്താണെങ്കിലും ആ മക്കൾക്ക് ഒരു വലിയ ഒരു ഉറപ്പ് നൽകാൻ തന്നെയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ മാറി നിന്നാലും ശരി, നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ഈ വരുന്ന ജനുവരി മാസം, അതായത് അടുത്ത മാസം മുതൽ നിങ്ങളുടെ വീടിൻ്റെ പ്രവർത്തനം നമ്മൾ തുടങ്ങും. എൻ്റെ സഹോദരങ്ങൾക്ക് ജനുവരി പകുതി മുതൽ വീടിൻ്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഏത് സംവിധാനങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊട്ടിയടച്ചാലും ശരി, ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾക്കൊരു വീടൊരുക്കാനുള്ള ഒരാഗ്രഹം എൻ്റെ മനസ്സിലേക്കുണ്ട്. അതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലും എന്താണെങ്കിലും ഒരിക്കലും നിങ്ങൾ അവർ തരുമോ തരില്ലയോ, അല്ലെങ്കിൽ സർക്കാർ തരുമോ തരില്ലയോ, ഞാനത് ആ കുട്ടി പറയുന്നത് കേട്ടു, ഒരു ചാനലിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, സർക്കാർ പ്രഖ്യാപിച്ചു എന്ന് അറിഞ്ഞു, പക്ഷേങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൃത്യമായൊരു തീരുമാനം അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിഷമം ആ കുട്ടി പറയുന്നത് ഒരു ചാനലിലൂടെ ഞാൻ കണ്ടു. അപ്പം എനിക്ക് പറയാനുള്ളത്, അത്തരത്തിലുള്ള വിഷമങ്ങളൊന്നും വേണ്ട. ആര് തന്നാലും ആര് തന്നില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീട് ഞാൻ പണിതു തരും. അതിനു വേണ്ടിയിട്ട് ജനുവരി 9, 10 ഒക്കെ ഞാൻ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട് സന്ദർശിക്കുകയും പറ്റുമെങ്കിൽ അന്ന് തന്നെ വീടിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കൾ ഷഫീർഖ മന്നാനിയും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ആളുകളോടൊക്കെ, പാച്ചറ നവാസും, അവരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ആ വീട് സന്ദർശിക്കണം. നിങ്ങളൊന്ന് ആ വീട് സന്ദർശിച്ച് എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ നോക്കി, എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നെ ഒന്ന് അറിയിക്കണം. കാരണം ഞാനിവിടെ നിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 6 മണിക്കൂറോളം റണ്ണിങ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പഠിച്ചെന്നെ അറിയിക്കണം. നമുക്കവർക്ക് വീട് പണി അടുത്ത മാസം ജനുവരിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അവർക്ക് അങ്ങനൊരു സൗകര്യം ഒരുക്കി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ആ കുഞ്ഞുമക്കൾക്ക് വീടൊരുക്കും. ഇത് വെറും വാക്കല്ല, ജീവനോടുണ്ടെങ്കിൽ, ഇതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് വീടൊരുക്കി അതിൻ്റെ താക്കോല് ദാനോടക്കം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്നുള്ളതാണ്. എന്താണെങ്കിലും ആരുടെ മുന്നിലും ആരും കൈനീട്ടാൻ പാടില്ല. ഞാൻ ഈ പ്രഖ്യാപനം ഒരു പോസ്റ്ററായിട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ കമൻ്റ് ഇട്ടു, ആരുടെയോ സ്ഥലം കയ്യേറി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സഹോദരനോട് എനിക്ക് ചോദിക്കാനുള്ളത്,
നമ്മുടെ നാടിൻ്റെ നിയമവ്യവസ്ഥകളൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതാ. സാധാരണക്കാരന് ഇന്നും ദുരിതം തന്നെയാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അതുപോലെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ടത് മരണപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും, ആ കുട്ടികളുടെ മരണപ്പെട്ട അച്ഛൻ്റെയും അമ്മേൻ്റെയും ഫോട്ടോ ഇട്ടിട്ട് ഇനിയെങ്കിലും ഇവർക്ക് നീതി ലഭിക്കുമോ എന്ന ഒരു ഹെഡിങ് ഞാൻ കണ്ടു. അവർക്ക് നീതി ലഭിച്ചല്ലോ. ആ സഹോദരൻ അറിയില്ല, നമ്മുടെ നാട്ടിൽ നീതി ലഭിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സ്വയം ആത്മഹത്യയായി മാറിയിരിക്കുകയാണ്. മരിക്കണം. നമുക്ക് നീതി എന്ന് പറയുന്നത് മരണം മാത്രമായി മാറുന്നൊരു സാഹചര്യത്തിലേക്ക് മാറി എന്ന് നിങ്ങൾക്കറിയോ? ഒരു സാധാരണക്കാരൻ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല, പോവാത്ത വഴികളില്ല, എല്ലായിടത്തും പോയി, എന്നിട്ടും അവനെ പിഴിഞ്ഞെടുത്ത് അവന് പിന്നീട് ജീവിക്കാൻ ഒരു വഴിയും ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ അവൻ്റെ നീതി എന്ന് പറയുന്നത് അവൻ സ്വയം നടപ്പാക്കുന്ന നീതിയാണ്. അതാണ് അവൻ്റെ മരണം. അപ്പോൾ മരണപ്പെട്ട ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് നീതി ലഭിച്ചു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കൊരു നീതി അവർക്ക് ലഭിക്കാനില്ല. ഈ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നീതി ലഭിക്കുന്നത് അദാനി അംബാനിമാർ പോലെയുള്ളവരാണ്. 500 കോടിയും 6000 കോടിയും 10,000 കോടിയും ലക്ഷക്കണക്കിന് കോടി രൂപയും അതല്ലെങ്കിൽ 10,000 കോടി രൂപയുടെ അഴിമതിയൊക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് നീതി ലഭിക്കും. അവരുടെ കണക്കുകൾ എഴുതിത്തള്ളും. മരണം വരെ അന്വേഷിച്ച് അവസാനം ആൾ മരിക്കുമ്പോൾ വിധി വരും. അങ്ങനെയൊക്കെ പണമുള്ളവൻ അവൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പണമില്ലാത്തവൻ ഇന്നും നീതി കാത്ത് അവസാനം ഒരു മുഴം ചരടിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തീയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വഴിക്ക് ജീവൻ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ആരോട് പറയാനാണ് എന്നുള്ളതാണ്. കാലങ്ങളായി ഇതെന്നും ഇങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എന്താണെങ്കിലും ആ മക്കൾക്ക് ഈ ഒരു അവസരത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വാക്ക് പറയാനും അല്ലെങ്കിൽ ഇതാക്കാനൊക്കെ വരും. ഞാൻ പറയാനുള്ള കാരണം, ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു. ട്രാൻസ്ജെൻഡർ സജിനയുടെ ഒരു വാർത്ത. അതായത് ആരോഗ്യമന്ത്രി എന്തോ വാക്ക് പറഞ്ഞു എന്നിട്ടത് പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടു. അപ്പോൾ ഞാനിത് കണ്ടതുകൊണ്ട് പറയാണ്, ആരൊക്കെ വാക്ക് പറഞ്ഞാലും ആരൊക്കെ വാക്ക് പാലിച്ചാലും ആരൊക്കെ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷമം, എന്താ പറയുക, ആ കുട്ടികളുടെ ഒരു വിഷമം അത് മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ചതാണ്. സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടി കുഴിയെടുക്കുന്ന ആ മക്കളും ആ കുട്ടിയുടെ ആ വാക്കുകളും അവൻ്റെ ആ കണ്ണും ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത് കണ്ടപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്താണെങ്കിലും ആ കുടുംബത്തിന് ജനുവരി 10 ഞാൻ അവിടെ ഉണ്ടാവും. ആ വീട്ടിലേക്ക് നേരിട്ട് പോവും. വാക്ക് പറഞ്ഞവരൊക്കെ വാക്ക് മാറ്റിയാലും ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ വീട് പണി ജനുവരി 10 മുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അവിടെ എത്തും. ആ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിലുണ്ടാവും. അതിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. കാരണം നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന്, നിങ്ങളുടെ ആ ഒരു ചേർത്ത് പിടിക്കലിന് നന്ദി അറിയിക്കുകയാണ്.